പി.സി. ജോർജ്, ഈ 400 പേരും ഈ തരത്തിൽ പോയി എന്നാണോ താങ്കൾ പറയുന്നത്? മീനച്ചിൽ താലൂക്കിലെ ഈ 400 പേരും? അപ്പൊ എന്താണ് അതിലൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്തത്? എന്താണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കളൊന്നും ഒരു പരാതി പോലും കൊടുക്കാത്തത്? അറിയാൻ വേണ്ടി ചോദിച്ചത് പെൺകുട്ടിയോട് പറയാം. 18 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള പുരുഷനോട് പോകാനുള്ള അവകാശമുണ്ട്. അതിനകത്ത് ഒരു കേസ് വെക്കാൻ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതി വിധിയനുസരിച്ച് കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയും. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം പെൺകുട്ടികളെ വർഷത്തായ കല്യാണം കഴിച്ച് നോക്കുമ്പോൾ എവിടെ പോയെന്ന് അറിയില്ല. അതൊക്കെ സിറിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നടത്തപ്പെടുന്നതൊക്കെയാണ് കേൾക്കുന്നത്. ഈ 400 പെൺകുട്ടികളെയും അങ്ങനെ കൊണ്ടുപോയി ചെവിയല്ല കേട്ടില്ല നിങ്ങൾ? ഇല്ല, താങ്കൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആവുന്നില്ല ശ്രീ പി.സി. ജോർജ്. ഇവര് വിവാഹം കഴിച്ചു പോകാൻ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചു പോകാൻ അവകാശം കോടതി നൽകുന്നുണ്ടെങ്കിൽ, ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഈ 400 പെൺകുട്ടികളെ എവിടേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് താങ്കൾ പറയുന്നത്? സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, മത ഭ്രാന്തിനു വേണ്ടി സ്വന്തം കമ്മ്യൂണിറ്റിയെ, സ്വന്തം കുടുംബക്കാരെ, സ്വന്തം സഹോദരിമാരെ അപമാനിക്കാൻ പോലും നാണമില്ലാത്ത നാണം കെട്ടവന്മാരാണ് ഈ കമ്മ്യൂണിറ്റിയിലെ കുറെ കൊണാണ്ടർമാർ. PCK അതിന്റെ ഭാഗത്തുള്ള ആളുകളാണ്. ഇവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് മാത്രം ഇവരോട് ഇഷ്ടമില്ല, ഇവരിട്ടിട്ട് പോവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവന്മാരെ ഒന്നും അടുപ്പിക്കാനായിട്ട് തോന്നത്തില്ലല്ലോ. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള പുരുഷന്മാരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ്. ഇതൊക്കെ എന്തിനാണ് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? മതഭ്രാന്തിന് വേണ്ടി, മത വൈരത്തിന് വേണ്ടി സ്വന്തം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്ന കുറേ നാണം കെട്ടവന്മാരെ വിശ്വസിച്ച് എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ വിവാഹമൊക്കെ ആലോചിക്കാൻ വേണ്ടി വരിക?